എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ പെരുന്നാളിന് പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ടും വീട്ടിലൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊന്ന് വയനാട് പോയി വരാമെന്ന് വിചാരിച്ചു. നേരെ കെ.എസ്.ആർ.ടി.സി ബസ്സിലാണ് യാത്ര ചെയ്ത്. ഇത് നമ്മുടെ കോഴിക്കോട് കെ.എസ്.ആർ.ടി.സി ആണ് ട്ടോ. ഇത് ഉണ്ടാക്കിയവൻ എന്തായാലും സമ്മതിക്കണം. ഇത്രയും നിർഗുണമായ ഒരു ബിൽഡിംഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കെ.എസ്.ആർ.ടി.സിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. കെ.എസ്.ആർ.ടി.സിൻ്റെ ചലോ എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. നമ്മുടെ പഴയ മെട്രോ കാർഡൊക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിനകത്ത് നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഈ കാർഡ് കാണിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ കോഴിക്കോട് നിന്ന് കൽപ്പറ്റ വഴി പോയി കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി, മേപ്പാടി അടുത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചുരത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്ക് മാറി വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴ കൂടി വന്നിട്ടോ. കെ.എസ്.ആർ.ടി.സിൻ്റെ കൂടെ ഈ ചാറ്റൽ മഴയൊക്കെ കൊണ്ടിട്ട് പോകുന്നൊരു സുഖം വേറെയാണ്. അങ്ങനെ വയനാട് എത്തി കൽപ്പറ്റ ഇറങ്ങിയപ്പോൾ കൽപ്പറ്റയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റ് ടോപ്പ് ഫോം. അവിടുന്ന് കാന്താരി ചിക്കനും പൊറോട്ടയും കഴിച്ച് അവിടെ നേരെ മേപ്പാടിക്ക് ഒരു കെ.എസ്.ആർ.ടി.സി പിടിച്ചു. അപ്പം പോകുമ്പോഴാണ് പെട്ടെന്ന് അടുത്തുള്ളൊരു ലൈൻ കമ്പി വീണ് റോഡ് കുറേ നേരം ബ്ലോക്കായി. അപ്പം തൽക്കാലം കെ.എസ്.ആർ.ടി.സി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് ഒതുങ്ങിപ്പോയി എന്നെ മേപ്പാടി ഇറക്കി തന്നു. മേപ്പാടിയിൽ നിന്ന് ഞാനൊരു ഓട്ടോ എടുത്തിട്ടാണ് ഹോസ്റ്റലിലോട്ട് പോയത്. മേപ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഹോസ്റ്റലിലോട്ട്. ഹോസ്റ്റലിനെ കുറിച്ച് അറിയാത്തവർ എപ്പോഴെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോയി സ്റ്റേ ചെയ്യണം. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. കാരണം ഹോസ്റ്റലിൽ ഒരുപാട് ബാക്ക് പാക്കേഴ്സും ട്രാവലേഴ്സൊക്കെ വന്ന് സ്റ്റേ ചെയ്യും. ഈ ഹോസ്റ്റലിൻ്റെ പ്രോപ്പർട്ടി ഒരു ഗംഭീര സ്ഥലമാട്ടോ. ചേമ്പ്ര പീക്ക് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ ഹോസ്പിറ്റൽ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഈ ഹോസ്റ്റൽ ക്രിയേറ്റ് ചെയ്തത്. ഒരു ചായത്തോട്ടത്തിൻ്റെ ഒത്ത നടുക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ ചേമ്പ്ര പീക്കും അടുത്താണ്. അപ്പം ചേമ്പ്ര പീക്കൊക്കെ ട്രക്കിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ആവുന്നുള്ളൂ. ഇവിടെ 8 ബെഡ് അതുപോലെ 6 ബെഡ് 4 ബെഡ് അങ്ങനെ മിക്സഡ് ഡോർമെറ്ററീസ് അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽ റൂംസും അവൈലബിൾ ആണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പം എനിക്കൊരു 4 ബെഡ് മിക്സഡ് ഡോംസ് ആണ് ഞാൻ ബുക്ക് ചെയ്തത്. ഒരു പഴയ ഓപ്പറേഷൻ തിയേറ്റർ കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ 4 ബെഡ് ഡോർമെറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഓഫീസ് റൂമും ഡോക്ടേഴ്സ് റൂമും പേഷ്യൻ്റ് റൂമൊക്കെയാണ് ഇവിടുത്തെ റൂമുകളായിട്ട് മാറിയിട്ടുള്ളത്. ഇത് കൂടാണ്ട് കുറേ കോമൺ ഏരിയ സ്പേസസ് ഇവിടെ അവൈലബിൾ ആണ്. ടി എസ്റ്റേറ്റിൻ്റെ നടുക്കുണ്ട്, അതുപോലെ തന്നെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട്, ഗെയിമിംഗ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു സ്പേസ് ആണ് ഒരു ഹാമ്പി തിയേറ്റർ ഏരിയ ഉണ്ട്. അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ കൂടിയിട്ട് കരോക്കെ ഒക്കെ പാടി ഭയങ്കര ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ ആട്ടോ. അപ്പോൾ നാളെ ഞാൻ ചേമ്പ്ര പീക്കും കൂടി ട്രെക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ട്. അപ്പം എന്തായാലും ഹോസ്റ്റലിൽ ഒരു സ്റ്റേ അടിപൊളിയായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.